നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പ്രാങ്ക് വീഡിയോ ആണ് ചെയ്തത്. ചെറിയൊരു പ്രാങ്ക് വീഡിയോ. അത് എൻ്റെ അമ്മേനെ നമ്മൾ ചെറുതായിട്ടൊന്ന് പറ്റിച്ചതാണ്. അതെ അതെ, നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടി, രാവിലെ കാപ്പി കുടിക്കാൻ വേണ്ടി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ക്യാമറ ഹിഡൻ ആക്കി വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പം അമ്മ എന്തായാലും നിലത്തിരുന്നാണ് കഴിക്കുന്നത്. അപ്പം ഇന്ന് ചെറിയൊരു ഡൗട്ട് അടിച്ച് ഇങ്ങനെ പ്രാങ്ക് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചു കാണൂല. അതിൽ അമ്മയുടെ ലാസ്റ്റിലത്തുള്ള ആ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കണ്ട് അറിയാൻ പറ്റും ഒറിജിനലായിട്ട് പ്രാങ്കായി എന്നുള്ളത്. പിന്നെ ഇത് പോസ്റ്റ് ചെയ്യാൻ അമ്മ സമ്മതിച്ചില്ലായിരുന്നു. പിന്നെ അമ്മയുടെ അടുത്ത് മാക്സിമം പറഞ്ഞ് എങ്ങനെയെങ്കിലും കാലി പിടിച്ചൊക്കെയാണ് ഇത് പോസ്റ്റ് ചെയ്യാനുള്ള അനുവാദം കിട്ടിയത്. അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. കൈയൊക്കെ ഒടിഞ്ഞിരിക്കുന്നുണ്ട്, നാണക്കേട് എല്ലാവരും കാണും, അതുകൊണ്ട് ഭയങ്കര നാണക്കേട് കൊണ്ട് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. മാക്സിമം എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അമ്മ അതിനെ സമ്മതിപ്പിച്ച് എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഒരുപാട് നെറ്റ് കൊണ്ടുപോകണ്ട. ശരി. പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അയാള് പിടിച്ചു വെച്ചൂടാ, സംഭവം പിടിച്ചു വെച്ച്, പാത്രം പിടിച്ചങ്ങ് വെച്ചെന്ന്. ചൂട് 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 കറിയാ എന്താ വെച്ചു? എനിക്ക് കസാരയില്ലേ? അച്ഛൻ്റെ മടി ചെന്നേരി. ഇനി അച്ഛൻ ഇവിടെ ഇരിക്കാം. അവിടെ വാ, ഇതേ വാപ്പറം വാ. ചായ ഇല്ലേ? പേരുള്ളവരുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നതിനോട്? വീടൊന്നും ചോദിക്കണോ പ്രത്യേകം? മാറി ഇതെന്ത് വെള്ളം മാരിക്കുന്നത് അറിയ? എന്തേലും ഇത് തിന്നു എല്ലാവരും ഗ്യാസില്ല വെക്കുന്നത്. പുളിപ്പത് കയ്പത്തെ കൂടിയടേ. വായി വെക്കാൻ ഒട്ടും കൊള്ളാം. നോക്കിയാണ് പറഞ്ഞു ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞതാ. എനിക്ക് കണ്ടല്ല, നീ ഇടുന്ന വെച്ചോ. ഉപ്പില്ലേ? കായപ്പൊടി എല്ലാം കൂടി. എന്റെ കായപ്പൊടി ഇട്ടില്ല. വേണ്ടെങ്കിൽ തിന്നുണ്ട്, ആഴ്ച പോവും. ഉമ്മാരുടെ കുറ്റം പറയുന്നു. എടുത്തു തിന്നു അവിടെ ഇരിക്കുന്നു. പറ്റുന്നില്ല, നിങ്ങൾക്ക് തോന്നുന്നു. അപ്പം കറി വെക്കണോ? ഇത്രയും നാളായിട്ട് ഉണ്ടാക്കി പഠിച്ചത് എന്നുള്ളതാ സാമ്പാർ പോലെ വെക്കാൻ. വെള്ളം ഇതാ ഇതോളാം. ചൂട് 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 അവനോട് കൂടെ വെള്ളം എടുത്തു. ഒറ്റയ്ക്ക് തിന്നാണ്. പിന്നെ എനിക്ക് തിന്നണ്ടേ? തിന്നുന്നു. ചൂട് വെള്ളം എന്തൊരു വേണം? വെള്ളം വേണോ? അവിടെ വെക്കേ, അവിടെ വെക്കേ. ഒച്ച എടുത്തു തരാം. കൊച്ചിന്റെ അടുത്താണ് ദേഷ്യപ്പെടുന്നതിന്. പിന്നെ ഇങ്ങനെയാണ് ആഹാരം വെക്കുന്നത്. പിന്നെ എങ്ങനെ വെക്കണം? വായി വെക്കാൻ കൊള്ളത്തില്ല. മീൻകറി കൊള്ളത്തില്ലെങ്കിൽ അങ്ങനെ എടുത്ത് കളഞ്ഞാൽ നമ്മൾ നിൽക്കരുത് രാവിലെ. ഞാൻ പറഞ്ഞത് ചമ്മന്തി ഉണ്ടാക്കാൻ. ചമ്മന്തി ഉണ്ടാക്കാൻ തേങ്ങ എടുത്തില്ല.
രണ്ടൊരു ഇട്ടോണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകും. തിന്നുന്നതിനൊരു കുറവില്ലല്ലോ. തിന്നില്ല. ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞ പതി കഴിയത്തില്ല. ചമ്മന്തി അരയ്ക്കാൻ തേങ്ങ തിരുത്താ എന്നെ അടിക്കുള്ളൂ. പിന്നെ നിങ്ങള് സംസാരിക്കാൻ എന്താ ഇങ്ങനെയാണ് വെക്കുന്നത്. ഒരു ഇത്രയാണ് സാമ്പാർ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്ത് ദൂരെ പോവും. ഇത്ര വയസ്സായി. എത്ര വയസ്സ്? രാവിലെ കയറി വെച്ചൂടെ? വയസ്സിലാണോ കറി വെക്കുന്നത്? സാമ്പാർ എനിക്കറിയാലോ. ഇപ്പൊ അറിയാവുന്ന എന്നാ വെക്കാത്തത് കുട്ടടിക്കാൻ സാമ്പാർ വെക്കുമല്ലോ. ആരെ അടിക്കുന്നു? മുളക് പൊടി മാറിയിട്ട് മഞ്ഞപ്പൊടി കറി കഴിഞ്ഞ് സാമ്പാറാ പോലെ. നിങ്ങളവിടെ എങ്ങനെ ഇറച്ചിക്കറിയാണ് സാമ്പാറെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയാണ് സാമ്പാർ വയ്ക്കുന്ന. നീ തിന്നേ നീ സാമ്പാറിനുള്ളതെല്ലാം ഇട്ടെങ്കിലല്ലേ ആവത്തുള്ളൂ. അത് ഉള്ളതല്ലേ കണ്ടിച്ചിട്ടത്. വെള്ളല്ലേട്ടോ ഇങ്ങനത്തെ ഇടാനുള്ളത്. പിന്നെ കണ്ടല്ലോ അപ്പൊന്നുമില്ല, കഴിച്ചു പോകും. കൊച്ചിനെ രക്ഷപ്പെടുന്നതിന് ചേനല്ലേ രക്ഷപ്പെട്ടത്. നിങ്ങൾ ആരും കൂടാതെ തിന്നിയിരുന്നു. ചുമ്മാ എപ്പോഴും അങ്ങനെയൊക്കെ ഒന്നുമല്ലൊന്നും വരത്തില്ല. കറിയൊക്കെ ഓരോന്ന് കഴിക്കുമ്പോ നിങ്ങളുടെ ചെറുതല്ലേ അവസ്ഥ. ഇന്നെന്നാ ഞാൻ അടുക്കളയിൽ കയറുന്നില്ല. ചേട്ടൻ വെച്ചാൽ വെച്ചാ കൊച്ചുകൂടെ ഞാൻ നോക്കോളാം. നിങ്ങൾ രണ്ടുപേരും വിളിക്കുന്നോ? ഞാൻ വെച്ചോളാം. മീൻ മേടിച്ചിട്ടുണ്ടോ? കൊറേ ഉള്ളി വാരിട്ട് അരിഞ്ഞു വെക്കാനല്ലേ. ഉള്ളിയൊന്നും അല്ല വെച്ചാലോ. മീൻകറിയൊക്കെ അന്ന് മീൻകറി വെച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നല്ലോ. അത് മറ്റേ വയലിലെ മീനാ വേണ്ട. കൊറേ വെളുത്തുള്ളി മാരിയിട്ട്, കൊറേ ഉള്ളി മാരിയിട്ട്, കൊറേ ഇഞ്ചി മാരിയിട്ട്, പച്ചമുളക് ഇട്ട മീൻകറി. ഇത്ര നാളുണ്ട് ഇതുവരെയായിട്ടും പഠിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ. എനിക്ക് ഇങ്ങനെ അറിയാവൂ. അല്ലെങ്കിൽ പിന്നെ വേറെ കെട്ട്. അതാണ് നല്ലത്. ഏതെങ്കിലും ഷെഫിനെ കെട്ടിയാൽ നീ കെട്ടുന്ന എനിക്ക് വേണ്ട. തിന്നിട്ട് വേണം. ഇഞ്ഞപ്പം ഉണ്ടായില്ലേ? കൊള്ളാത്തല്ലേ മരി ഇത്ര നോക്കി ഒരു ടേസ്റ്റ് ഇല്ല. കഴിക്ക് നോക്കി എങ്ങനെയാ കഴിച്ചു തീർത്തതാ? പഴഞ്ചോറൂടെ തിന്നി. പഴഞ്ചോറ് വേണോ? പഴഞ്ചോറ് നല്ല എന്ത് ചെയ്യുന്ന അരി വെച്ച അപ്പം എന്ത് ചെയ്ത്? അത് കാക്കൊണ്ട് പോയി. കാക്കോട്ട് പിന്നെ വെച്ചിട്ടില്ല. സാമ്പാറാണോ നമുക്ക്? വഴിച്ചു കൂടി കറി മുക്കണം. പഴഞ്ചോറ് എടുത്ത് ഓടി. എങ്ങനെയാണ് ഉണ്ടാക്കി? രാവിലെയാണ് കഴിക്കുന്നത്. അതിങ്ങനെ ആക്കി വെക്കുകയും ചെയ്യും. രാവിലെ മാത്രമേ ആരെ കഴിക്കത്തുള്ളൂ. മീൻകറിയല്ലേ കഴിക്കുന്നത്. ഇന്ന് ചിക്കൻ മേടിക്കും. ചിക്കൻ മേടിക്കും. ചിക്കൻ മേടിച്ചാൽ നീയല്ലേ വെക്കുന്നത്. ചേട്ടൻ വെക്ക്. ചേട്ടൻ വയ്ക്കണം. അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് വെപ്പിക്ക്. അവരാ കൈ കൊണ്ട് വെക്കുന്നു. എന്ത് കഴിക്കെന്ത് കുഴപ്പം? കഴിക്കാൻ പറ്റും. കഴിക്കാൻ കുറെ കായപ്പൊടി മാറിയിട്ട് സാമ്പാറിനെ കായപ്പൊടി മാറിയിടുന്നുണ്ട് സാമ്പാർ. നമ്മളിവിടെ കായപ്പൊടിയാണ് സാമ്പാറിലിടുന്നത്. നിങ്ങളവിടെ ചിക്കൻ പൗഡർ ആയിരിക്കും ഇടുന്നത്. എന്തെങ്കിലും അല്ലേ നിങ്ങൾ കഴിക്കുന്നത്? കുറച്ചാണ് മതി. അഹങ്കാരം കാണിക്കരുത്. വേണമെങ്കിൽ എടുത്തൂടെ കയ്യെ വെച്ചോ. കാപ്പി ഉണ്ടാക്കി ഒരു എത്തിക്ക്, പഴഞ്ചോറ് ഒരു എത്തിക്ക്. എന്തോ അത് വേണമെങ്കിൽ ഇടിച്ച് പോ. ഇവിടെ ആരെങ്കിലും നിർബന്ധിച്ചാ? നീ അങ്ങോട്ട് നോക്കി. അവിടെ നോക്കും. അവിടെ നോക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അമ്മയുടെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം. എന്നാലും നമുക്ക് അമ്മേനെ അറിയിക്കാനാണ്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അമ്മ ഇങ്ങനെയാണ് കേട്ടോ, സൈലന്റ് ആണ്. നമ്മൾ തമ്മിൽ വഴക്കൂടിയാൽ അമ്മ ഒന്നും മിണ്ടത്തില്ല. അമ്മ മിണ്ടാതെ ഇരിക്കത്തുള്ളൂ. ഇത് മനസ്സിലായി കാണും എന്താണെന്നുള്ള അമ്മയുടെ എക്സ്പ്രഷൻ. എന്തായാലും ഞങ്ങളെ കമന്റ് ചെയ്ത് അറിയിക്കണം തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.